ഇന്നത്തെ രണ്ടാമത്തെ പ്രഭാഷണം പ്രഥമസ്കന്ധത്തില് 8ാമത്തെ അധ്യായം കുന്തി സ്തുതിയെ അത് നമുക്ക് പറഞ്ഞു തരുന്നത് രേഖാ റജി ജമ്മു കാശ്മീർ ആണിപ്പം. ആമയെ സാധാരണ ഇപ്പോൾ ഭാഗവതോപാസന ഉള്ളപ്പോഴും ഇതില് സജീവമായിട്ട് ഉള്ള ആളാണ് അമ്മ. അതുപോലെ തന്നെ ഇതുപോലെ സപ്താഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം അമ്മയെല്ലാ ആചാര്യ മര്യാദകളോടും കൂടി പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത നവാഹയജ്ഞത്തിലെ ഇന്നത്തെ 1-ാം ദിവസത്തെ രണ്ടാമത്തെ പ്രഭാഷണം പ്രഥമസ്കന്ധം 8ാമത്തെ അധ്യായം കുന്തി സ്തുതിയെ അവലംബിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മനുത്തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, എല്ലാ തെറ്റുകളും എല്ലാവരും പൊറുക്കണം, അനുഗ്രഹിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവതം നമ്മുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികൾക്കും സങ്കടങ്ങൾക്കുമുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു ഔഷധമാണ്. ഇന്ന് ഇവിടെ എനിക്ക് പറയാൻ കിട്ടിയിരിക്കുന്നത് ആ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 8ാം അധ്യായമാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കുന്തിസ്തുതി അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്ക് സങ്കടങ്ങളെല്ലാം എൻ്റെ മാറ്റണേ, എനിക്ക് സന്തോഷം മാത്രം തരണേ എന്നൊക്കെ അല്ലേ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഭഗവാനെ എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരു അമ്മയെയാണ് നമ്മൾക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ആ അമ്മ, ആ കുന്തിദേവി എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് നമ്മൾക്ക് ഈ അധ്യായത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ മക്കൾക്കായിട്ട് ഉദകക്രിയ അർപ്പിക്കുവാനായി പോകുന്ന പാണ്ഡവരെയാണ് നമ്മൾ കാണുന്നത്. ആ പാണ്ഡവരുടെ കൂടെ സാക്ഷാൽ ഭഗവാനുമുണ്ട്, ധൃതരാഷ്ട്രർ, പിന്നെ കുടുംബത്തിലെ സ്ത്രീകളായിട്ടുള്ള ഗാന്ധാരി, കുന്തി ദേവി, പാഞ്ചാലി തുടങ്ങിയവരുമുണ്ട്. ഈ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഗംഗാതീരത്തേക്ക് പോകുന്നതെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ ശ്രാദ്ധകർമ്മങ്ങളിൽ സ്ത്രീജനങ്ങൾക്ക് ഒരു പ്രത്യേക പങ്കുണ്ട് എന്ന് സ്മൃതികളിൽ പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഗംഗാതീരത്തെത്തിയ അവർ മക്കൾക്കായിട്ടുള്ള ഉദകകർമ്മങ്ങളെല്ലാം ചെയ്തു. ഏറ്റവും ദുഃഖിതരാണ് അവര്. അവിടെ ഇരുന്ന് കുറെ നേരം വേർപെട്ടു പോയവരെയൊക്കെ ഓർത്ത് വളരെയധികം ദുഃഖിച്ച് ഉറക്കെ കരഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ ശ്രീഹരിയുടെ പാദരേണുക്കളാൽ പവിത്രമാക്കപ്പെട്ട ആ ഗംഗാനദിയിൽ എല്ലാവരും നല്ലവണ്ണം മുങ്ങിക്കുളിച്ചു. എന്നിട്ടും എല്ലാവരും ദുഃഖിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഭഗവാൻ കാലത്തിന് ആർക്കും തടുക്കാനാകാത്ത കാലത്തിന്റെ ഗതിയെക്കുറിച്ച് ഭഗവാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ഓരോ ജീവിയും അവരുടെ പ്രാരബ്ധ കർമ്മം തീരുമ്പോൾ ഈ ലോകം വിട്ടു പോകും. ആ സത്യത്തെ മനസ്സിലാക്കി എല്ലാവരും ദുഃഖത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഭഗവാൻ അവരെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരുവിധം എല്ലാവരും സമാധാനപ്പെട്ട് അവരെല്ലാവരും തിരിച്ച് ഹസ്തിനാപുരത്തേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ദുഷ്ടരും ചതിയരും ഒക്കെ ആയിട്ടുള്ള കൗരവസേന മുഴുവനും മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരാൽ വധിക്കപ്പെട്ടു. യുദ്ധത്തിന്റെ ഓരോ അവസരത്തിലും ഭഗവാന്റെ സമയോചിതമായ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പാണ്ഡവർ ആ യുദ്ധം ജയിച്ചത്. അങ്ങനെ പാണ്ഡവർക്കും കൂടി അവകാശപ്പെട്ട ആ രാജ്യം ഭഗവാൻ അവർക്കായി നേടിക്കൊടുത്തു. യുധിഷ്ഠിരനെ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ അഭിഷേകവും രാജ്യാഭിഷേകവും നടത്തി. മാത്രമല്ല 3 അശ്വമേധ യാഗങ്ങൾ കൊണ്ട് ഇത് ഇന്ദ്രന് തുല്യമായ ഒരു കീർത്തിയും യശസ്സും യുധിഷ്ഠിരന് ഭഗവാൻ നേടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ പരിപാവനമായ യശസ് 4 ദിക്കിലും പരന്നു. അങ്ങനെ അവിടെ എല്ലാ കർമ്മങ്ങളും മംഗളമായി തീർത്തു എന്ന് മനസ്സിലാക്കി ഭഗവാൻ അവിടുന്ന് പോകാനായിട്ട്, അവിടുന്ന് പുരത്തിലേക്ക് ദ്വാരകയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എല്ലാ പൗരജനങ്ങളും ബ്രാഹ്മണ ശ്രേഷ്ഠരും വേദവ്യാസനും എല്ലാവരും എത്തിച്ചേർന്നു. അവരെല്ലാവരും ഭഗവാനെ വേണ്ടവിധം പൂജിച്ചു. ഭഗവാനും തിരിച്ചെല്ലാവരെയും വേണ്ട വിധം വന്ദിച്ചു. അതിൽ ഭഗവാനൊപ്പം യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട് സാത്വികി, ഉദ്ധവർ മുതലായ യദുവീരന്മാരും.
അങ്ങനെ തേരെല്ലാം അവിടെ റെഡിയായിട്ട് നിർത്തി ഭഗവാൻ അങ്ങ് തേരിലേക്ക് രഥത്തിലേക്ക് അങ്ങ് കയറി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഉത്തരാദേവി അവിടെ കരഞ്ഞ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അർജുനന്റെ പുത്രവധുവാണ്, അവളതാ പൂർണ്ണ ഗർഭിണിയുമാണ്. പാഹി പാഹി ദയാനിധേ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ ഭഗവാനെ, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും ആശ്രയമില്ല. മൃത്യു ഇതാ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ മൃത്യു എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ സമയത്ത് ജനന മരണങ്ങളില്ലാത്ത ഭഗവാനല്ലാതെ മറ്റാരാണ് എനിക്ക് സഹായമായിട്ടുള്ളത് ഭഗവാനെ? ഈ കൂർത്തുമൂർത്ത ഈ അസ്ത്രം എന്നെ എത്ര വേണമെങ്കിലും ദഹിപ്പിച്ചുകൊള്ളട്ടെ, പക്ഷേ എന്റെ ഗർഭത്തെ ഭഗവാനെ അതിനൊന്നും ചെയ്യാൻ സാധിക്കരുതേ എന്ന് പൂർണ്ണ ശരണാഗതിയോടുകൂടി അവൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് വീഴുന്നു. സകല ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന് ഇത് ദ്രൗണി അയച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണെന്ന് അറിയാനായിട്ട് ഒരു താമസവും ഉണ്ടായില്ല. ലോകത്ത് പാണ്ഡവരുടെ ഒരു തരി പോലും ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടെ അശ്വത്ഥാമാവിത ബ്രഹ്മാസ്ത്രത്തെ, ആ നിജനായിട്ടുള്ള അശ്വത്ഥാമാവിത ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചിരിക്കുന്നു. അതേസമയം ആ ബ്രഹ്മാസ്ത്രം 5ആയിട്ട് പിരിഞ്ഞ് പാണ്ഡവരുടെ നേർക്കും വരുന്നത് ഭഗവാൻ കാണുകയാണ്. തന്നെ മാത്രം ശരണാഗതി അടഞ്ഞിരിക്കുന്ന അവരുടെ നേർക്ക് വരുന്ന ആ സങ്കടം ഭഗവാൻ ഒട്ടനെ തന്നെ തീർക്കാനായിട്ട് ഭഗവാന്റെ സുദർശന ചക്രത്താൽ ആ ബ്രഹ്മാസ്ത്രത്തിനെ നിശേഷം നിഷ്പ്രഭമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അമോഘമെന്നും പ്രത്യസ്ത്രമില്ല എന്നും ഒക്കെ പറയുന്ന ആ ബ്രഹ്മാസ്ത്രം വൈഷ്ണവ തേജസ്സിന്റെ മുമ്പിൽ ഒന്നും ഇല്ലാതെയായിരിക്കുന്നു. മാത്രമല്ല, ഉത്തരാദേവിയുടെ ഗർഭത്തെ ഭഗവാൻ മായയെ കൊണ്ട് ഒരു ആവരണം സൃഷ്ടിച്ച് ഉത്തരാദേവിയുടെ ഗർഭത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും ആ ബ്രഹ്മാസ്ത്രത്തിന് സാധിച്ചില്ല. ഇതൊന്നും കണ്ട് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഭഗവാൻ അദ്ഭുത സ്വരൂപനാണ്. ഭഗവാൻ എന്താണ് സാധ്യമല്ലാത്തത്? ഈ സൃഷ്ടിയാദി കർമ്മങ്ങളെല്ലാം വെറും ലീലയായി ചെയ്യുന്ന ഭഗവാനാണോ ഇതെല്ലാം വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ? ഇതെല്ലാം കണ്ടുകൊണ്ട് കുന്തി ദേവി അവിടെ നിൽക്കുകയാണ്. കുന്തി ദേവി ആരാണ്? ഭഗവാന്റെ അച്ഛന്റെ പെങ്ങളാണ്. അതിനോടൊപ്പം അങ്ങനെ ആ നിലയ്ക്ക് ഭഗവാനോട് അതിയായ വാത്സല്യം, അതിരറ്റ വാത്സല്യം കുന്തി ദേവിക്ക് ഭഗവാനോടുണ്ട്. അതിനോടൊപ്പം തന്നെ ഭഗവാൻ ഈ ജഗത്തിന്റെ നാഥനാണെന്നുള്ള അറിവും ഭഗവാനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞ നിഷ്കളങ്ക ഭക്തിയും ഭഗവാനോട് കുന്തി ദേവിക്കുണ്ട്. അങ്ങനെ ഈ ഭക്തിയും വാത്സല്യവും കലർന്ന ഒരു മനോഹരമായ ഭാവത്തോടുകൂടി ആ ദേവി ഭഗവാനെ സ്തുതിക്കുവാനായിട്ട് യാത്രയ്ക്ക് പുറപ്പെട്ടു നിൽക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ തൊഴുകയോടുകൂടി വന്നു നിന്ന് കുന്തി ദേവി അതാ സ്തുതി ആരംഭിക്കുകയാണ്. നമുക്ക് സ്തുതി എന്താണെന്ന് നോക്കാം. ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ആ ജഗത്തിന്റെ ആദ്യം മുതലേ ഉള്ളവനും ഒരു മാറ്റവും ഇല്ലാത്തവനും പരിപൂർണനും ഈ പ്രകൃതി വിഷയങ്ങൾക്ക് അതീതനും അതേസമയം പ്രകൃതിയുടെ കാര്യങ്ങളുടെ എല്ലാം നിയന്താവുമായിട്ടുള്ള ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് മായയാകുന്ന ഒരു യവനികയ്ക്ക് അപ്പുറത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. മായയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ എങ്ങനെയാണ് പിന്നെ മായാതീതനായ ഭഗവാനെ കാണുന്നത്? മാത്രമല്ല, ഭഗവാന് വിഷയങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. വിഷയങ്ങൾക്ക് വേദ്യനുമല്ല ഭഗവാൻ. അപ്പോൾ എപ്രകാരമാണോ രംഗത്ത് ഒരു നടൻ വേഷം കെട്ടിയാടുമ്പോൾ ആ നടന്റെ യഥാർത്ഥ സ്വരൂപം ആരും മനസ്സിലാക്കാത്തത്, അതുപോലെ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഒരാൾക്ക് പോലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എപ്പോഴും ഭഗവാനെ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുന്ന പരമഹംസന്മാർക്ക് ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ കിട്ടുവാനാണല്ലോ ഭഗവാനെ അങ്ങതായി അവതാരം സ്വീകരിച്ചിട്ടുള്ളത്. അത്രയും നിർമ്മല ഹൃദയരായിട്ടുള്ള പരമഹംസന്മാർക്ക് പോലും ഭഗവാൻ എളുപ്പത്തിൽ ലഭിക്കുന്നില്ല. പിന്നെയാണോ അബലയും മൂഢയും സ്ത്രീയുമായിട്ടുള്ള എന്റെ കാര്യം? എനിക്കൊന്നും അറിയില്ല ഭഗവാനെ. അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ നമസ്കരിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. കൃഷ്ണനായിക്കൊണ്ട്, വസുദേവ പുത്രനായിക്കൊണ്ട്, നന്ദഗോപര കുമാരനായിക്കൊണ്ട്, ദേവകീ നന്ദനായിക്കൊണ്ട്, സാക്ഷാൽ ഗോവിന്ദനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയും മഹാവിഷ്ണുവായി ഭഗവാനെ കണ്ടുകൊണ്ട് നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ തൃച്ചേവടുകൾ നമസ്കരിച്ചുകൊണ്ട് ആ ദേവി പറയുകയാണ്, ഭഗവാനെ, അമ്മയുടെ അമ്മ എത്രയോ നാള് ആ കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടു. എത്ര നാൾ ആ അമ്മ ദുരിതം അനുഭവിച്ചു. അതിനുശേഷമല്ലേ അങ്ങ് വന്ന് രക്ഷിച്ചത്. എന്നാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയാണോ?
എപ്പോഴൊക്കെ എനിക്ക് സങ്കടമുണ്ടായാലും എന്നെയും എൻ്റെ മക്കളെയും രക്ഷിക്കാൻ അപ്പോൾ ഭഗവാൻ ഓടിയെത്തില്ലേ. ഞങ്ങൾക്ക് എപ്പോഴും വെളിപ്പുറത്ത് ഭഗവാനുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്താണ് ഞങ്ങൾക്ക് ഭഗവാൻ. എത്ര കാരുണ്യം ഭഗവാനല്ലാതെ വേറെ ആർക്കാണുള്ളത്? എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെയാണ് ഭഗവാനെ ഞങ്ങൾ കടന്നുപോയത്. വിഷാൻ മഹാഗ്നി, വിഷത്തിൽ നിന്ന് ദുര്യോധനൻ പണ്ട് ഭീമസേനന് വിഷമൊക്കെ കൊടുത്തു. ഇപ്പൊ ചെറുപ്രായത്തിലേ ഭീമസേനനോട് ഇവർക്കൊക്കെ എല്ലാവർക്കും ദേഷ്യം. അപ്പം വിഷം കൊടുത്തു, മരിച്ചെന്നൊക്കെ കരുതി വരിഞ്ഞു കെട്ടി അങ്ങ് ഗംഗാനദിയിലേക്ക് ഇട്ടു. അങ്ങ് താണ് പോയ ഭീമസേനൻ എത്തിപ്പറ്റിയത് പാതാളത്തെ നാഗലോകത്തിലാണ്. അവിടെ വാസുകി മുതലായ നാഗങ്ങളെല്ലാം ഈ ഭീമനെ കണ്ട് മനസ്സിലായി, ഭീമൻ ആരാന്ന് മനസ്സിലാക്കി അവിടെ കിടത്തി 8 ദിവസം ഉറക്കി 8 കുട ആസവം ചെയ്യിപ്പിച്ചു. അങ്ങനെ തിരിച്ച് 10,000 ആനയുടെ ബലത്തോടു കൂടിയാണ് ഭീമൻ എത്തിയത്. അങ്ങനെ അതുകൊണ്ട് അപ്പോ ആ ഒരു സങ്കടവും ഭഗവാൻ അവർക്ക് അനുഗ്രഹമാക്കി തീർത്തു. പിന്നെയോ അരക്കില്ലത്തിൽ ചുട്ടുകൊല്ലാനായിരുന്നു ഭീമന്റെ മറ്റേ ദുര്യോധനന്റെ പ്ലാൻ. അവിടെ കൃത്യസമയത്ത് വിതുരരെത്തി. അതും ഭഗവാന്റെ സങ്കല്പത്താൽ വിതുരരെത്തി അവരെ അവിടുന്ന് രക്ഷിച്ചു. അവിടുന്ന് ഒരു വഴുതൻ രക്ഷപ്പെട്ട് വനത്തിലെത്തിയപ്പോഴോ ഈ പുരുഷാതന്മാരിൽ നിന്ന് ഈ മാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാരിൽ നിന്ന്, ബഗൻ, ഹിഡിംബൻ മുതലായ രാക്ഷസന്മാരിൽ നിന്ന് ഭഗവാന്റെ ഒരൊറ്റ സങ്കല്പം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവരെ രക്ഷപ്പെട്ടത്. അവിടെ നിന്നും പിന്നെ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്. ചൂതുകളി തോറ്റപ്പോൾ കൗരവ സഭയിൽ വെച്ച് ദ്രൗപദി ദേവിയുടെ മാനം രക്ഷിക്കാൻ ദ്രൗപദിയുടെ ഒറ്റ വിളിയിൽ ഭഗവാൻ ഓടിയെത്തിയില്ലേ. അവൾക്ക് ഒരിക്കലും നശിക്കാത്ത വസ്ത്രത്തെ നൽകി ഭഗവാൻ അവളെ അനുഗ്രഹിച്ചില്ലേ. പിന്നെയോ വനവാസകാലത്തെ കഷ്ടപ്പാടുകൾ പറയേണ്ടതാണോ? ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നും മറ്റും ഭഗവാൻ അവരെ രക്ഷിച്ചു. പിന്നെയോ ഈ മഹാഭാരതത്തിലെ ഓരോ യുദ്ധം തോറും മൃധേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അർജുനനും കർണനും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തില് അർജുനന്റെ നേർക്ക് കർണന്റെ അസ്ത്രം വന്നപ്പോൾ ആ രഥം അങ്ങ് ചവിട്ടിത്താഴ്ത്തി ഭഗവാൻ. അപ്പോൾ ആ അസ്ത്രം മുകളിലൂടെ പറന്നുപോയി. അങ്ങനെയല്ലേ അവിടെ അർജുനൻ ജയിച്ചത്. അല്ലാതെ അർജുനൻ ജയിക്കുന്ന ആരും തന്നെ വിചാരിച്ചതല്ല. മഹാരഥികളുടെ അസ്ത്രങ്ങൾ, ദ്രോണരുടെയും ഭീഷ്മരുടെയൊക്കെ അസ്ത്രങ്ങൾ ഭഗവാൻ ആ പാണ്ഡവർക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവരെ രക്ഷിച്ചില്ലേ. ഇപ്പോൾ ദ്രൗണിയുടെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ നിന്നും ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഇത്ര കാരുണ്യം ആർക്കാണുള്ളത്? എപ്പോ ഞങ്ങൾക്ക് ദുഃഖം വന്നാലും ഭഗവാൻ അതാ ഓടിയെത്തുന്നു, ഞങ്ങൾക്ക് ദർശനം തരുന്നു. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങയോടൊരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് എത്ര വേണമെങ്കിലും, ഞങ്ങൾ എവിടെയൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ഞങ്ങൾക്ക് ദുഃഖം വന്ന് ഒട്ടിടട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോഴൊക്കെ ഭഗവാൻ ഓടിയെത്തുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടുള്ളൂ. അതെങ്ങനത്തെ ദർശനം? പുനർജന്മ ഭയം തീരെ ഉണ്ടാകാത്ത ആ പുണ്യദർശനം ഭഗവാനെ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രതിസന്ധികൾ അടിക്കടി ഉണ്ടായാൽ എന്താ, ഭഗവാന്റെ ഭക്തവാത്സല്യം തുളുമ്പുന്ന ആ ദിവ്യ സ്വരൂപത്തെ ഞങ്ങൾക്ക് കാണാമല്ലോ എന്ന് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പര ഒരു പ്രാർത്ഥന ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വേറെ എന്താണ് വരാനുള്ളത്? പിന്നെ കുന്തിദേവി പറയാണ്, ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾ അഹങ്കാരിയായി തീരാൻ സാധ്യതയുണ്ട്. ഉയർന്ന കുലം, ഉയർന്ന ഐശ്വര്യം, ഉയർന്ന സമ്പത്ത്, വിദ്യാഭ്യാസം എന്നെല്ലാം പറഞ്ഞ് വർദ്ധിച്ചു വരുന്ന അഭിമാനത്തിൽ അങ്ങ് ഗർവ് കൊണ്ട് അങ്ങനെയുള്ള മനുഷ്യർക്ക് ഭഗവാനെ ഒന്ന് കാണാൻ പോയിട്ട് ഭഗവാന്റെ നാമത്തെ ഒന്ന് ഉച്ചരിക്കാൻ പോലും അങ്ങനെയുള്ളവർക്ക് അർഹതയില്ല. ദുര്യോധനാദികളുടെ കാര്യം നമ്മൾക്കറിയാം. ജനിച്ച അന്ന് മുതൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, യുദ്ധം വരുന്നവരെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ദർശനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഭഗവാന്റെ ദർശനത്തിന്റെ മഹത്വം ഒന്ന് അറിയാനോ ഭഗവാനെ നന്ദിയോടെ ഒന്ന് തൊഴുവാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ അർഹരുമല്ല. എന്നാൽ ഇങ്ങനെ അല്ലാത്തവരും ഭാഗവതത്തിൽ നമ്മൾക്ക് കാണാം. അംബരീഷനൊക്കെ ചക്രവർത്തിയായിരുന്നു, എന്നാലും ഭഗവാനെ മറന്ന ഒരു നിമിഷം പോലും അംബരീഷിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഭഗവാൻ അതുകൊണ്ട് കുന്തിദേവി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു. പിന്നെയും നമസ്കരിക്കുകയാണ്. നമോ കിഞ്ചന വിത്തായ നിവർത്ത ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ കൈവല്യപതയേ നമ. കൈവല്യപതിയായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ഭഗവാനെ, എനിക്കറിയാം അങ്ങ് കാലസ്വരൂപനാണ്, ആദി മധ്യാന്തങ്ങൾ ഒന്നുമില്ലാത്തവനും സകല ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഒരുപോലെ വസിക്കുന്നവനുമാണെന്ന്. സകല മനുഷ്യരുടെയും ഉള്ളിൽ ഭഗവാൻ ഇങ്ങനെ വസിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർ തമ്മിൽ ഇങ്ങനെ കലഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവരുടേതായിട്ടുള്ള കർമ്മവാസനകൾ കൊണ്ടുണ്ടാകുന്ന ഭേദബുദ്ധി കൊണ്ടാണ്.
അതല്ലാതെ ഭഗവാൻ അതിൽ യാതൊരു പങ്കും ഇല്ല. ഭഗവാൻ മനുഷ്യനായിട്ടൊക്കെ അവതരിച്ച് മനുഷ്യരെ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ പ്രവൃത്തിയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം മറ്റൊരാൾക്കും അറിയാൻ സാധിക്കില്ല. ഭഗവാൻ എത്ര അടുത്ത ആൾക്ക് പോലും ഭഗവാന്റെ മനോഗതം എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. ഭഗവാന് പ്രിയനില്ല, അപ്രിയനില്ല, എല്ലാവരോടും സമത്വ ഭാവന മാത്രമേ ഉള്ളൂ. ചിലരോട് ദ്വേഷിക്കുന്നു, ചിലരോട് സ്നേഹം കൂടുതൽ എന്നൊക്കെ മനുഷ്യർക്ക് തോന്നുന്നത് അത് മനുഷ്യരുടെ വിഷമബുദ്ധി കൊണ്ടാണ് എന്ന് പറയുന്നു. ജന്മകർമ്മങ്ങളൊന്നുമില്ല, ജന്മമേ ഇല്ലാത്ത അജനായിട്ടുള്ള ഭഗവാൻ തിര്യക്കായും ഋഷിയായും യാദോഗണമായിട്ടും എല്ലാം ജനിക്കുന്നതും ഈ സൃഷ്ട്യാദി കർമ്മങ്ങൾ കർത്തൃത്വമില്ലാത്ത ഭഗവാൻ സൃഷ്ട്യാദി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതും അതെല്ലാം ഭഗവാന് വെറും ഒരു ലീല മാത്രമാണ്, ഭഗവാന്റെ ഒരു വിഡംബനം മാത്രമാണ്. ഭഗവാൻ അങ്ങ് കുഞ്ഞായിരുന്നപ്പോൾ ഗോകുലത്തിൽ വെച്ച് കയർക്കൊല്ലമൊക്കെ ഉടച്ചു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ കോപിച്ചു, കയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ അമ്മയുടെ മുഖത്തെ ദേഷ്യവും അമ്മയുടെ കയ്യിലെ കയറും ഒക്കെ കണ്ടിട്ട് ഭഗവാൻ അങ്ങ് പേടിച്ച് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് ചുണ്ടൊക്കെ വിതുമ്പി കൺമഷിയെല്ലാം മുഖത്ത് വെച്ച് തേച്ച് ഞാനെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള അപരാധ ബോധത്തോടെ ഇങ്ങനെ തലവൗട്ടി നിൽക്കുന്ന ആ ഭാവം, ആ ദശ ആരെയാണ് മോഹിപ്പിക്കാത്തത് എന്ന് കുന്തി ദേവി ചോദിക്കുകയാണ്. ഇതെല്ലാം ഭഗവാന്റെ ഒരു നാട്യമല്ലേ? ഭഗവാൻ ആരെയാ പേടിക്കുന്നത്? എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ഭഗവാൻ എവിടെയാണ് ഭയം? സംസാര ദുഃഖം പോലും ഭഗവാനെ കാണുമ്പോൾ പേടിച്ചോടുക. അപ്പൊ പിന്നെ ഭഗവാന്റെ എന്തൊരു നാട്യമാണിത്? ഇത് ആരെയാ മോഹിപ്പിക്കാത്ത? ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ബാലലീല കുന്തിദേവിയുടെ അനുസ്മരിക്കുകയാണ്. പിന്നെ ഭഗവാൻ ഈ മനോമോഹനമായിട്ടുള്ള ഈ കൃഷ്ണരൂപം സ്വീകരിച്ചതിന് പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഭഗവാൻ ഈ കൃഷ്ണരൂപം സ്വീകരിച്ചത് യദുകുലത്തിന് കീർത്തി വരുത്താനാണെന്ന്. ചിലര് പറയുന്നു ദേവകീ ദേവിയും വസുദേവനും കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ അവരുടെ തപസ് ചെയ്തു ഭഗവാനെ പുത്രനായിട്ട് ലഭിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോ അവരെ അനുഗ്രഹിക്കാനായിട്ട് വാസുദേവനായിട്ട് അവതരിച്ചതാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കേട്ട് ഭൂഭാരം തീർക്കാനായിട്ടാണ് ഭഗവാൻ അവതരിച്ചതെന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യം കൊണ്ടാണ് ഭഗവാൻ ഈ ഇത്തരം മനോമോഹനമായിട്ടുള്ള ഈ കൃഷ്ണരൂപം എടുത്തിട്ടുള്ളതെന്ന്. എന്തെന്ന് നിർഗുണ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ ഈ മനോമോഹനമായിട്ടുള്ള ഈ സുന്ദരമായിട്ടുള്ള കൃഷ്ണരൂപം എടുത്ത് അനേകം ദിവ്യലീലകളെയും ലീലകളെയൊക്കെ ആടിയല്ലോ. അപ്പോൾ ആ പുണ്യകഥകളെല്ലാം ഓർത്തും വന്ദിച്ചും സ്മരിച്ചും പറഞ്ഞും പാടിയും ഭഗവാന്റെ ഭക്തന്മാർ ഈ സംസാര ദുഃഖത്തെ ഭഗവാന്റെ പാദത്തെ ദർശിച്ചുകൊണ്ട് സുഖമായി തരണം ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭക്തവാത്സല്യത്തോടു കൂടിയാണ് ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ജന്മം സ്വീകരിച്ചത് എന്നാ പറയുന്നു ഭഗവാൻ. അപ്പൊ ഈ ഭക്തർ ഈ ഭഗവാന്റെ പുണ്യകഥകളെല്ലാം കേട്ടും പാടിയും ഒക്കെ നടക്കുമ്പോൾ അവരെ സംസാര ദുഃഖം അവര് അറിയില്ല, അവർക്ക് ബാധിക്കില്ല, അവർക്ക് ഇല്ലാന്നൊന്നുമല്ല, അവരതൊന്നും അത്ര കാര്യമാക്കില്ല. കാരണം അവരുടെ മനസ്സ് ഭഗവാനിലാണ്. മനസ്സിനല്ലേ സുഖവും ദുഃഖവും ഒക്കെ ഉള്ളത്, അത് അവരുടെ കയ്യിലില്ല. പിന്നെ അവർക്ക് അത്രയ്ക്ക് സുഖമായിട്ട് അവര് ഈ സംസാര തരണം നടത്തും. അപ്പൊ കുന്തിദേവി പറയാണ്, ഇത്രയൊക്കെ ഭക്തവാത്സല്യമുള്ള ഭഗവാനെ ഇപ്പൊ ഞങ്ങളെ വിട്ടുപോകരുതേ. അങ്ങ് പോയാൽ പിന്നെ ഞങ്ങൾ ആരുമല്ല, ഞങ്ങളുടെ ഓജസ്സും ശക്തിയും എല്ലാം ഭഗവാനാണ്. ഭഗവാൻ വിട്ടുപോയാൽ ഞങ്ങൾ തീർത്തും അനാഥരായിത്തീരും. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനെ വിടാതിരിക്കുകയാണ് കുന്തിദേവി ദ്വാരകയിലേക്ക്. പിന്നെ ഭഗവാനോട് പറയുന്നു, ഈ ഹസ്തിനാപുരം ഇത്ര കണ്ട് ശോഭിക്കുന്നത് സർവലക്ഷണയുക്തമായിട്ടുള്ള ഭഗവാന്റെ കാലടികൾ ഹസ്തിനാപുരത്തെ ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ടാണ്. അത് കൊണ്ടാണ് ഭഗവാനെ ഈ മങ്ങുപോയാൽ ഈ ശോഭയൊക്കെ, ഈ നാടിന്റെ ശോഭയെല്ലാം നശിക്കും. മാത്രമല്ല ഇവിടുത്തെ വൃക്ഷങ്ങളും ലതകളും സസ്യങ്ങളും സമുദ്രങ്ങളും പർവ്വതങ്ങളും എല്ലാം ഇത്ര കണ്ട സമൃദ്ധമായി ശോഭിക്കുന്നതും ഐശ്വര്യപൂർണമായിട്ടിരിക്കുന്നതും ഭഗവാന്റെ തൃക്കൺ കടാക്ഷം അവയിലൊക്കെ വീഴുന്നത് കൊണ്ടാണ്. അങ്ങ് ഇവിടുന്ന് പോയാൽ ഈ രാജ്യത്തിന്റെ ഐശ്വര്യം തന്നെ പോയി. ഭഗവാനെ, എനിക്ക് വിശ്വാത്മൻ അങ്ങയോട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. സ്വജനങ്ങളെന്ന് ഞാൻ കരുതുന്ന ഈ വൃഷ്ണികളിലും പാണ്ഡവന്മാരിലുമുള്ള എന്റെ ഈ സ്നേഹപാശം ഭഗവാനൊന്ന് അറുത്തു തരണമേ. പരിപൂർണമായി ഭഗവാനിൽ ലയിക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് നമ്മളുടേതെന്ന് കരുതി ചിലതിനോടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടുപാടുകളാണ്. ആ കെട്ടുപാടുകൾ അറുത്തു തരുവാനായിട്ട് ഭഗവാനോട് തന്നെ കുന്തിദേവി ഇവിടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ദേവി ഒരു വലിയൊരു വരം ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാനെ, എന്റെ മനസ്സ് അന്യവിഷയങ്ങളിൽ ഒന്നും തടഞ്ഞു നിൽക്കാതെ
ഭഗവാനിലോട്ട് അനുസ്യൂതമായിട്ട് പ്രവഹിക്കണേ. എൻ്റെ ഉള്ളിലെ ഭക്തിപ്രവാഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് പ്രവഹിക്കണേ. എപ്രകാരം ഗംഗാനദി എപ്രകാരമാണോ എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് നിരന്തരമായിട്ട് സമുദ്രത്തിലേക്ക് പതിക്കുന്നത്, അതുപോലെ എൻ്റെ ഹൃദയത്തിലെ ഭക്തിപ്രവാഹം നിരന്തരമായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ചെന്ന് വീഴണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കുന്തി ദേവി. അങ്ങനെ ദേവി ഭഗവാൻ ദേവി അവസാനത്തിലേക്ക്, സ്തുതിയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. വലിയൊരു നമസ്കാരത്തോടു കൂടിയാണ് സ്തുതിയുടെ അവസാനത്തിലേക്ക് ദേവി എത്തുന്നത്. ശ്രീകൃഷ്ണ കൃഷ്ണസഖ ഋഷ്ണി ഋഷഭ അവനിദൃക് രാജന്യവംശ ദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തികരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെ ഒരു നമസ്കാരത്തോട് കൂടി തുടങ്ങി ആ സ്തുതി വലിയൊരു നമസ്കാരത്തോടു കൂടി ദേവിയുടെ പൂർത്തിയാക്കുകയാണ്. അപ്പം ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ഏതൊരാൾക്കും ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളിൽ നമ്മൾക്ക് ആദ്യം കിട്ടുന്ന സ്തുതിയാണ് ഈ കുന്തി സ്തുതി. ഭാഗവതം വായിക്കാൻ ഭാഗ്യമുള്ള ഈ ഭാഗവതമാകുന്ന പാൽക്കടലിലേക്ക് ഇറങ്ങുന്ന ഏതൊരു ഭാഗ്യവാനും ആദ്യം കയ്യിൽ കിട്ടുന്ന അമൂല്യമായിട്ടുള്ള രത്നമാണ് ഈ കുന്തി സ്തുതി. വലിയ കഠിനമായിട്ടുള്ള തപസ്സോ കൃതചര്യകളോ ശാസ്ത്രജ്ഞാനമോ ഒന്നുമില്ലാതെ തന്നെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ എങ്ങനെ എത്താമെന്ന് ഈ സ്തുതി നമ്മളെ കാണിച്ചു തരുന്നു. വേണ്ടത് രണ്ട് കാര്യം മാത്രം: അനന്യമായ പരിപൂർണമായ ശരണാഗതിയും ഹൃദയം നിറച്ച നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയും. ഈ രണ്ട് കാര്യങ്ങളും ഉള്ളവരാണ് ഭാഗ്യവാന്മാർ. ഇത് നമ്മൾക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ ഉദിക്കുവാൻ നിത്യം ഭാഗവതത്തെ സേവിക്കുകയാണ് വേണ്ടത്. ഈ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. ഒരു നിമിഷം പോലും ഭഗവത് സ്മരണ ഇല്ലാതെ ഇരിക്കരുത് ആർക്കും. പിന്നെ ഏത് ദുഃഖത്തിലും ഭഗവാൻ നമ്മളുടെ കൈയെ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു ദുഃഖവും ഭയവും ബാധിക്കുകയില്ല. ഇത്രയും സുന്ദരമായിട്ടുള്ള ആ സ്തുതി കേട്ടിട്ട് ഭഗവാൻ ജഗത്തെ മോഹിപ്പിക്കുന്ന ആ ചെറു ചിരിയോടുകൂടി കുന്തി ദേവിയുടെ പാഠം എന്ന് പറയുന്നു. എന്തൊക്കെ പ്രാർത്ഥിച്ചോ അതെല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കുന്തി ദേവിയോട് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ഭഗവാൻ എല്ലാവരോടും ഒന്നുകൂടെയൊക്കെ യാത്ര പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മപുത്രർ അവിടേക്ക് ഓടി വരുന്നു. വളരെ ദുഃഖിതനും വിഷമത്തിലാണ് ധർമ്മപുത്രരുടെ. പശ്ചാത്താപ വിവശനാണ്. മനസ്സിൽ യാതൊരു സമാധാനവുമില്ല. യുദ്ധത്തിൽ ഒരുപാട് പേരെ ഞാൻ കൊന്നു, ആ പാപമെല്ലാം ഞാൻ എവിടെ കൊണ്ട് തീർക്കും? അങ്ങനെയൊക്കെ ഓരോ വിലാപം ആരംഭിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഒരു വിലാപം നമ്മൾ യുദ്ധത്തിന് മുമ്പ് അർജുനന് നമ്മൾക്ക് ഇങ്ങനൊരു വിഷാദം ബാധിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഭഗവാൻ മഹത്തായ ഗീത ഉപദേശിച്ചു. ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് റെഡിയാക്കി. പക്ഷേ ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു നോക്കി, യുധിഷ്ഠിരനെ ദാസനെ ഉപദേശിച്ചു നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടും അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ, ആ വിഷമം മാറിയില്ല എന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ സങ്കല്പം മാത്രമാണ്. ഒന്നും ഇവിടെ നടക്കുകയില്ല. ഉത്തരായണ കാലം അടുത്തിരിക്കുന്നു. ഭീഷ്മരുടെ ദേഹത്യാഗത്തിന് സമയമായി. അതിനു മുമ്പ് ഭീഷ്മർ ഭഗവാന്റെ ദർശനം ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഭീഷ്മരുടെ ജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ച് എല്ലാ ലോകത്തെ ഭഗവാൻ അറിയിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ധർമ്മപുത്രർക്ക് അങ്ങനെ ഒരു രംഗത്തോടു കൂടിയാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിലും ഗുരുക്കന്മാരുടെ തൃപ്പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത കഥാസുധ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. ഈ ഗംഗയിലേക്ക് ഇങ്ങനെ നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോയി അല്ലെ, ഭാഗവത ഗംഗയില് ശരിക്കും വളരെയധികം ഏറ്റവും കൂടുതൽ ഈ ഒരു നവാഹത്തിനെ അനുഗ്രഹിച്ച ഒരു ഭക്തയാണ് ഈ രേഖ രചിതം. കാരണം അതില് 5ഓ 6ഓ പ്രഭാഷണ ഭഗവാൻ എടുത്തു കൊടുത്തത്. എന്നിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരെണ്ണം മതിയെന്ന്. അപ്പം നമുക്കാ നഷ്ടം ശരിക്കും തോന്നുക ഇപ്പം അല്ലേ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. സ്വതവേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഭാഗവതോപാസനയിൽ വന്നപ്പോഴത്തോട് തന്നെ ഒരു സൗമ്യമായിട്ടുള്ളൊരു അത് തന്നെ ഒരു സജ്ജനത്തിന്റെ ഒരു പെരുമാറ്റം വലിയൊരു കാര്യം. അത് അവിടെയൊക്കെയാണ് ഭഗവാന്റെ കാരുണ്യം. തീർച്ചയായിട്ടും ആ വാക്കുകൾ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു വാക്കുകളൊക്കെ ശരിക്കും
നമുക്കെല്ലാവർക്കും ഇപ്പൊ ഒരു ഹൃദ്യമായി ശരിക്കും അല്ലെ? ആ കുന്തി ദേവിയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ആ ധർമ്മപുത്രരുടെ എല്ലാം ആ അവസാന രംഗം വരെ ഒരു ശ്ലോകം പോലും വിടാതെ ആ കറക്റ്റ് മീറ്ററിൽ കൊണ്ട് നിർത്തി എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. എല്ലാം ഇനിയും അല്ലെ നമുക്ക് ആ അമ്മയുടെ വാക്കുകളൊക്കെ ഇതുപോലെ തന്നെ പ്രഭാഷണ ശൈലിയിൽ തന്നെ പാരായണത്തിലൂടെയൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.